ഹലോ, ഇന്ന് നമുക്ക് നെക്ക് എങ്ങനെയാണ് ക്യാൻവാസൊക്കെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പേപ്പർ ഇങ്ങനെ രണ്ടായി മടക്കി നമുക്ക് നെക്കിൻ്റെ ഒരു പാറ്റേൺ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് ഒരു 5 ഇഞ്ചും വിഡ്ത്ത് ഒരു 3.5 ഇഞ്ചും വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് വരക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിലെടുക്കുന്നത് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ജോയിൻറ്റ് ഇങ്ങനെ യോജിപ്പിച്ചു. ശേഷം ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് കർവ് ഇല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും ചെയ്യാം, ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒരു സീം അലവൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എന്തായാലും ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാൻ ഈ കട്ട് ചെയ്യുന്ന രീതിയിൽ ആ മാർക്ക് ചെയ്തേക്കുന്ന അതിലൂടെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ സാധനം നമുക്ക് ക്യാൻവാസിലും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ക്യാൻവാസിൻ്റെ മിനുസുള്ള ഭാഗം തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് അവിടെ ഉറപ്പിച്ചെടുക്കണം. അത് നമ്മുടെ തുണിയുടെ സെയിം ക്ലോത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ, അതായത് മെയിൻ ക്ലോത്തിൻ്റെ സെയിം ക്ലോത്തിൽ. അപ്പോൾ അതിങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ലൈനിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡും ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെക്ക് ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പോയിൻ്റൊക്കെ കറക്റ്റ് വേണം കേട്ടോ. ഈ പോയിൻ്റ് കിട്ടുന്നില്ല, മിഷ്യൻ ലെവലല്ല എങ്കിൽ സ്റ്റിച്ചിങ് പ്രാക്ടീസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. അപ്പോൾ നമുക്കിങ്ങനെ നെക്ക് ലൈനിലൂടെ കറക്റ്റ് ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഉള്ളിലുള്ള തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഒരു 1/4 ഇഞ്ച് മാത്രം വിട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് നമുക്ക് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ സ്വീറ്റ് ഹാർട്ട് നെക്ക് മാത്രമല്ല, ഏത് നെക്കായാലും ഈ ഒരു മെത്തേഡിൽ സെയിം മെത്തേഡിലാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന സ്കാലപ്പ് മെത്തേഡ് വരെ ഈ ഒരു രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ ഇതേപോലെയുള്ള കുട്ടി കുട്ടി നോച്ചസ് ഇട്ടതിന് ശേഷം നമുക്കതൊന്നിങ്ങനെ തിരിച്ചിടാം. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ ആ പോയിൻറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ആ കേർവ്സും ഒക്കെ ഒന്നിങ്ങനെ നീറ്റായിട്ട് കിട്ടുമ്പം തന്നെ നമ്മുടെ നെക്കിൻ്റെ ഒരു 50% നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ പരമാവധി അടുത്തൂടെ ചെറിയ സ്റ്റിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല നീറ്റിൽ ഇതേപോലെ പോയിൻ്റ് വേണ്ടെടുത്ത് സൂചി ഇങ്ങനെ കുത്തിയിട്ട് ക്ലോത്ത് ഇങ്ങനെ നമ്മൾ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പ് ഔട്ടായി പോകും. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ നല്ല നീറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നീട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിൽ തന്നെ വേണം, ചിലപ്പോൾ നമ്മുടെ സൂചി തെന്നിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്കിനി ലൈനിങ്ങിലേക്ക് ഹെമ്മിങ് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് നല്ല വശത്ത് കാണത്തില്ല, കൂടാതെ നെക്ക് നല്ല ഫിനിഷായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ആ ലൈനിങ്ങിലേക്ക് പതിച്ച് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതാണ് നമ്മുടെ ഹെമ്മിങ് ചെയ്യാറ്. പക്ഷേ ഹെമ്മിങ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് ഈ ഒരു മെത്തേഡാണ്. ഈ സെയിം മെത്തേഡാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുള്ള ബ്ലൗസിൻ്റെ നെക്സ് ചെയ്യുമ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്ക് സൈഡും നല്ല നീറ്റായിട്ട് കിട്ടും, ഫ്രണ്ട് സൈഡും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.